ഓപ്പറേഷൻ നുങ്കൂറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു, അദ്ദേഹത്തിനെതിരെ കള്ളക്കടത്ത് ആരോപിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നതിനിടെ കസ്റ്റംസ് കമ്മീഷണർക്ക് മുകളിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. എന്നിട്ട് ഉടനെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത്? എന്തായാലും ഇതൊന്നും കണ്ടു മിണ്ടാതിരിക്കാനല്ല സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാന്റെ തീരുമാനം. വാഹനങ്ങൾ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ താൻ വാങ്ങിയത് നിയമവിധേയമായിട്ടാണെന്നും പിടിച്ചെടുത്തവ തിരികെ നൽകണമെന്നും ദുൽഖർ ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാഹനം വാങ്ങിയതെന്നാണ് ദുൽഖറിന്റെ വാദം. എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദുൽഖർ ആരോപിക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്നതെന്ന് ആരോപിച്ചാണ് ദുൽഖറിന്റെ 2 ആഡംബര വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തത്.